ചേട്ടാ എത്ര തവണ പറയണം? ഇൻ എ ട്രെയിൻ അല്ല, ഓൺ എ ട്രെയിൻ. ഓൺ എ ട്രെയിൻ. ഓക്കെ, ഇനി ഇത് ചോദിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കില്ല കേട്ടോ. ഓക്കെ, എന്ത് കഷ്ടമാണ് നോക്കണം. യെസ്, അപ്പൊ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഇതേ സംശയം എനിക്കും ഉണ്ടായിരുന്നു, ഓൺ എ ട്രെയിൻ ആണോ ഇൻ എ ട്രെയിൻ ആണോ എന്നുള്ളത്. പിന്നീടാണ് ഈ കാര്യം ഞാൻ മനസ്സിലാക്കിയത്. അതായത് ചെറിയ സ്പേസ് മാത്രമുള്ള ലിമിറ്റഡ് മൂവ്മെന്റ് മാത്രം സാധ്യമായിട്ടുള്ള വാഹനങ്ങളുടെ കൂടെ ഇൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, യു ആർ ഇൻ എ കാർ, ഇൻ എ ടാക്സി, ഇൻ എ ട്രക്ക്, ഇൻ എ ഹെലികോപ്റ്റർ ആൻഡ് ഇൻ എൻ SUV. ഇനി ഓപ്പൺ ആയിട്ടുള്ള വലിയ വാഹനങ്ങൾ, അതായത് ഉള്ളില് നമുക്ക് ഇഷ്ടാനുസരണം ഇരിക്കാനും കിടക്കാനും നിൽക്കാനും ഒക്കെ സാധ്യമായിട്ടുള്ള ഒരുപാട് മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ള വലിയ വാഹനങ്ങളുടെ കൂടെ ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. അത് പ്രകാരം യു ആർ ഓൺ എ ട്രെയിൻ, ഓൺ എ പ്ലെയിൻ, ഓൺ എ സ്കേറ്റ് ബോർഡ്, ഓൺ എ ഷിപ്പ്, ഓൺ എ ബൈക്ക് എക്സെട്ര, അങ്ങനെ നീണ്ടുപോകും. അപ്പൊ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുമല്ലോ.